കേരളത്തിൽ മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന ഒരു രോഗമായി പൊതുവെ എലിപ്പനിയെ പറയാറുണ്ട്. എലികളുടെ മൂത്രം നമ്മുടെ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ജലത്തിലോ ഒക്കെ വച്ചിക്കഴിഞ്ഞാൽ അതുവഴി ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന രോഗാണു മനുഷ്യ ശരീരത്തിൽ കയറിപ്പറ്റുകയും രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗത്തെയാണ് എലിപ്പനി എന്ന് പറയുന്നത്. അതിനർത്ഥം എലികൾ മാത്രമാണ് ഈ രോഗം പരത്തുന്നത് എന്നല്ല. ലെപ്റ്റോസ്പൈറ രോഗാണുക്കൾ പൂച്ചയിലും ചില വളർത്തുമൃഗങ്ങളുടെ മൂത്രത്തിലുമൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൃഗങ്ങളുടെ മൂത്രം നമ്മൾ കുടിക്കുന്ന ജലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളിലോ പറ്റി നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന എലിപ്പനി ഉണ്ടാകും. സാധാരണ ഒരു ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങളാണ് ഇതാദ്യം പ്രകടമാക്കുക. ശക്തമായ പനി, തലവേദന, പ്രത്യേകിച്ചും കണ്ണിന് പുറകിലുണ്ടാകുന്ന അതിശക്തമായ വേദന ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതോടൊപ്പം കണ്ണുകൾ രണ്ടും ചുവന്ന് തടിക്കുകയും ചെയ്യും. മിക്കവാറും ആളുകളിൽ ത്വക്കിൽ തിണർപ്പുകൾ ഉണ്ടാകുക എന്നതും എലിപ്പനിയിൽ വ്യാപകമായി കാണുന്ന ഒരു ലക്ഷണമാണ്. ഇത്രയും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എലിപ്പനിയാണോ എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെ സംശയമുള്ളപ്പോൾ അതിനാവശ്യമായ ലാബറട്ടറി പരിശോധന നടത്തി രോഗം തിട്ടപ്പെടുത്തണം. എലിപ്പനിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടിയന്തരമായ ചികിത്സയ്ക്ക് വിധേയനാവുകയും വേണം. ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന രോഗാണു വൃക്കകളെ ബാധിച്ച് വൃക്കാനാശം ഉണ്ടാക്കുക അഥവാ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുക എന്നത് ഈ രോഗത്തിൻ്റെ ഗുരുതരമായ ഒരു പ്രത്യാഘാതമാണ്. മൂത്രത്തിലൂടെ രക്തം പോവുക അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. മിക്കവാറും ആളുകളിൽ വയറിളക്കവും ഛർദിയും ഇതിൻ്റെ ലക്ഷണമായി കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഗുരുതരമായ രോഗാവസ്ഥയായി മാറും എന്നതിനാൽ എലിപ്പനിയെ ലഘുവായി കണ്ടുകൂടാ എന്നുള്ളതാണ്. എലിപ്പനിയാണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അടിയന്തരമായി അതിനെ ചികിത്സിക്കുകയും വിദഗ്ധമായ വൈദ്യ സഹായം തേടുകയും വേണം. അതിനേക്കാൾ ഉപരി ഈ രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുക എന്നുള്ളതാണ്. ഈ അവശിഷ്ടമായ ഭക്ഷണ സാധനങ്ങളൊക്കെ പരന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ എലികൾ പെറ്റുപെരുകയും അതിൻ്റെ ഫലമായി എലിപ്പനിയുടെ സാഹചര്യം വർദ്ധിക്കുകയും ചെയ്യും. വെള്ളം കെട്ടിക്കിടക്കുന്ന കാലമാണല്ലോ മഴക്കാലം. ആ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തങ്ങളുടെ ശരീരത്തിൽ മുറിവുകളില്ല എന്നുറപ്പ് വരുത്തുകയും അത്തരം മുറിവുകളുള്ള ആളുകൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന പ്രതിരോധ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കുകയും ചെയ്താൽ എലിപ്പനിയെ നമുക്ക് തടയാൻ കഴിയും. വന്ന എലിപ്പനിയെ വിദഗ്ധമായ ചികിത്സയിലൂടെ മാറ്റാനും കഴിയും. വീണ്ടും ആവർത്തിക്കട്ടെ, പ്രതിരോധമാണ് പ്രധാനം ചികിത്സയേക്കാൾ.